ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ നല്ല കാര്യം. സോ ഇന്ന് ഒരു സ്പോർട്സ് റിലേറ്റഡ് വീഡിയോ ആണ് ഗൈസ്. ഇന്ത്യ നെതർലൻഡ് മാച്ച്. ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചിരിക്കാനുള്ള കുറച്ച് വകുപ്പുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാണാൻ മറക്കണ്ട. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അഭിഷേകിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. T20 വേൾഡ് കപ്പിലെ എന്ന് വെച്ചാൽ അവന്റെ ആദ്യത്തെ T20 വേൾഡ് കപ്പാണ്. വേറെ ഒരു തരത്തിലും കാണത്തില്ല 3 മുട്ട കിട്ടുന്നത്. T20 വേൾഡ് കപ്പിൽ 3 മുട്ട ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ന് അഭിഷേക് ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ കുറച്ച് പ്രഷർ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വേൾഡ് കപ്പ്, മൂന്നാമത്തെ കളി, ഇതുവരെ ഒരു റണ്ണ് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് സ്ഥിരം കാണുന്ന ഒരു അഭിഷേകിന്റെ ശൈലി അല്ല ഇന്ന് കാണാൻ പറ്റിയത്. ആദ്യത്തെ ബോൾ ഡിഫെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ സൗമ്യമായിട്ട് കളിക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തെ ബോളും സൗമ്യമായിട്ട് കളിക്കാൻ ശ്രമിക്കുന്നു. മൂന്നാമത്തെ ബോളിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച് കുറ്റി താഴെ കിടക്കുന്നു. അങ്ങനെ 3 കളിയിൽ നിന്ന് 3 മുട്ട. എന്താ ഈ ചെറുക്കിന് പറ്റിയേ? വേൾഡ് കപ്പിന് മുമ്പ് ഇവനായിരുന്നു നമ്മുടെ ഐക്കൺ. ഇപ്പൊ എന്തോ കൂടുപത്രം, സഞ്ജു സാംസന്റെ കൂടുപത്രം വല്ലോ അച്ഛനമ്മ ഇനി വല്ല ഓതിയല്ലോ ഇട്ടോ ഇനി സഞ്ജുവിനെ ടീമിലെടുക്കാൻ വേണ്ടിയിട്ട് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ബട്ട് അഭിഷേകിനെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമല്ല. അവനെ ടീമിൽ തന്നെ നിലനിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു ഒപ്പീനിയൻ, അവന്റെ ആ ഒരു ശൈലി, ഫസ്റ്റ് ബോളെ തന്നെ 6 അടിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ശൈലി, ഇനി 3 അല്ല 4 അല്ല ഇനി 5 വട്ടം ഡക്കായി കഴിഞ്ഞാലും അത് മാറ്റരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു 2026 അഭിഷേകിന്റെ ഒരു ഇയർ എല്ലാം തോന്നുന്നു. കാര്യം ഈ കൊല്ലം നമ്മുടെ ഫെബ്രുവരി 18 ആയതേ ഉള്ളൂ. ഇതുവരെ 5 ഡക്കാണ് അഭിഷേക് ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയത്. 5 മുട്ട. 2025 21 ഇന്നിങ്സ് ചെയ്ത് കളിച്ചിട്ട് ഒരു ഡക്ക് പോലും ഉണ്ടായിരുന്നില്ല. 2024 അതിന് മുമ്പ് ഇവനൊരു ഡക്ക് കിട്ടിയത്. പക്ഷെ 26 വരുമ്പോഴത്തേക്ക് കളി കംപ്ലീറ്റ് മാറി. പക്ഷെ കുഴപ്പമില്ല, അവന്റെ ടീമിൽ തന്നെ നിലനിർത്തും. കാര്യം ഓഫ് കോഴ്സ് നമ്പർ 1 ബാറ്റ്സ്മാൻ ആണ്. ഇവന്റെ നമ്പർ 1 പൊസിഷൻ തെറിക്കണമെങ്കിൽ ഒരു 10-90 പോയിന്റ് എങ്കിലും തൊട്ട് കീഴെ കിടക്കുന്നവൻ മേടിക്കണം. അത് ഫിലിപ്പ് സാൾട്ട്. എന്നാലേ ഇവന്റെ നമ്പർ 1 പൊസിഷൻ തെറിക്കത്തുള്ളൂ. പക്ഷെ അറിയാലോ, നമ്മുടെ T20 റാങ്കിൽ പെട്ടെന്നാണ് സ്കോർ കയറുകയും സ്കോർ ഇറങ്ങുകയും ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷാൻ കിഷൻ ടീം വരുന്നതിന് മുമ്പ് അവന്റെ കണ്ട് പൊസിഷൻ 64 ആയിരുന്നു. ന്യൂസിലൻഡുമായിട്ടുള്ള കളി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 32 ആയി. ഇപ്പോഴത്തെ കറണ്ട് പൊസിഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷാൻ കിഷൻ 8th പൊസിഷനിൽ വന്നിരിക്കുകയാണ് ഗൈസ്. 8ാം സ്ഥാനത്ത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 1ാം സ്ഥാനത്തിന് ഇഷാൻ ഒരു വെല്ലുവിളി തന്നെയാണ്. അഭിഷേകിന് നിലവിലുള്ളത് 891 പോയിന്റ് ആണ്. 2ാം സ്ഥാനത്തേക്ക് ഫിലിപ്പ് സാൾട്ട്, അവന് 808 പോയിന്റ്. ദാണ്ടെ 8ാം സ്ഥാനത്ത് നമ്മുടെ ചെറുക്കൻ ഇഷാൻ കിഷൻ 732 പോയിന്റ്. 62-66 എങ്ങാണ്ട് പൊസിഷനിൽ കിടന്നവനാണ്. 5-6 കളി കളിച്ചപ്പോഴത്തേക്ക് ഇത്രയും കയറി വന്നത്. ഇങ്ങനെയാണെങ്കിൽ അടുത്ത 2 കളി 5 അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കൻ കയറും. ഓക്കെ, പറയാൻ പറ്റത്തില്ല. അപ്പം ഇഷാൻ കിഷന്റെ ഇന്നത്തെ ഔട്ട് ഭയങ്കര പരിതാപകരമായി പോയി. അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. പിന്നെ ഇന്ത്യക്കാരെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല. പക്ഷേ വേറെ തരത്തിൽ നോക്കുകയാണെങ്കിൽ പ്രശ്നമാണ്. ഇന്ത്യൻ ടീമിന് മൊത്തം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ഇപ്പം ഒരു സമയത്ത് അധികം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ടീമിൽ. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ മൊത്തം ലെഫ്റ്റ് ഹാൻഡേഴ്സ്. നോക്കിയാൽ ആദ്യം ഇറങ്ങുന്ന ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, അത് കഴിഞ്ഞിട്ട് വണ്ടൗൺ ഇറങ്ങുന്ന തിലക് വർമ്മ, സൂര്യകുമാറും ഹാർദിക് മാത്രമാണ് റൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഡൂബെ വരുന്നുണ്ട്, അക്സർ, റിങ്കു സിംഗ്, ചറപറ ലെഫ്റ്റ് ഹാൻഡേഴ്സ്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് കളിക്കാൻ വരുന്നവന്മാർ ഈ ഓഫ് സ്പിന്നേഴ്സിനെ കൊണ്ടുവരും. ഇന്ന് നെതർലൻഡ് 3 ഓഫ് സ്പിന്നേഴ്സിനെ കൊണ്ടാണ് വന്നത്. ആദ്യത്തെ ആര്യന്റെ അവൻ ഇന്ത്യക്കാരനാണ്. അവനാണ് അഭിഷേകിന്റെ വിക്കറ്റ് ഇട്ടേക്കുന്നത്. അവനെ 4 ഓവറിൽ 18 റണ്ണ് മാത്രമാണ് എടുത്തേക്കുന്നത്. അവൻ നല്ല രീതിയിൽ ബോളിംഗ് ചെയ്തു. അപ്പം ലെഫ്റ്റ് ഹാൻഡേഴ്സ് കളിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും അത് ചില സമയങ്ങളിൽ ഒരു ത്രട്ടായിട്ട് മാറുന്നുണ്ട്. ആ ഒരു കോമ്പിനേഷൻ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ, ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഉണ്ടല്ലോ, ആ ഒരു കോമ്പിനേഷൻ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും വരുന്നുണ്ട്. അപ്പം അഭിഷേക് നിലനിർത്തണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ സെയിം അവസ്ഥ സൂര്യകുമാറിന് വന്നിട്ടുണ്ട്. സൂര്യകുമാർ 3 തവണ അടുപ്പിച്ച് ഡക്കായിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് അവൻ 1 കൊല്ലത്തോളം സമയം കൊടുത്തിട്ടാണ് ഈ റീസെന്റ് ആയിട്ടാണ് സൂര്യകുമാർ ഫോമായി വന്നത്. അഭിഷേക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവേറാണ്. അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല, ആ ഒരു സെറ്റപ്പാണ്. പുള്ളി കൊട്ടലൊന്നും ഇല്ല. ആ ഒരു ഫോമാറ്റിൽ തന്നെ കളിക്കണം. എനിക്കതാ പറയാനുള്ളത്. വേറെ കാര്യമൊന്നുമില്ല. കൂടുതൽ പ്രഷർ കൊടുക്കരുത്, അത്രേ ഉള്ളൂ. ഇപ്പൊ കുറെ ആൾക്കാർ വേണേൽ വരും, അവനെ മാറ്റണം, സഞ്ജുവിനെ കയറ്റണം. കൊടുക്കരുത്, പ്രഷർ കൊടുക്കരുത്. മുൻപൊക്കെ ഇന്ത്യൻ ടീം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ കളിച്ചില്ലായിരുന്നെങ്കിൽ അവന് അവസരം കൊടുത്ത് അവന് പ്രഷർ കൊടുക്കാതെ അവനെ കൊണ്ട് കളിപ്പിച്ചെടുക്കും. ഈ ജഡേജയുടെ ഒക്കെ കരിയർ ഇത്രയും നല്ല രീതിയിൽ വരാൻ കാരണം ധോണിയാണ്. കാര്യം ഈ ജഡേജയൊക്കെ കൊണ്ട് കളിപ്പിച്ച് അവനെ നല്ലൊരു പ്ലെയർ ആക്കി മാറ്റിയ ധോണിയാണ്. അതുപോലെ പല ആൾക്കാരെയും. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ അതല്ല. 2 കളി കളിക്കാതിരുന്നു കഴിഞ്ഞാൽ എടുത്ത് വെളി കളയുന്ന കണ്ടീഷനാണ്. ഈ പ്രഷർ വെച്ചുകൊണ്ടാണ് ആൾക്കാർ കളിക്കാറാക്കുന്നത്. ഇന്ന് അഭിഷേകിന്റെ നമ്പർ 1 ബാറ്റ്സ്മാന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായത്. ഫസ്റ്റ് ബോളെ 6 അടിച്ച് തുടങ്ങുന്നവൻ ഫസ്റ്റ് ബോളെ തട്ടിക്കൊണ്ടാണ് ഇന്ന് തുടങ്ങിയത്. അതാണ് പ്രഷർ. അത് കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. നീ പോയി അടിയടാ, ഔട്ടായാലും കുഴപ്പമില്ല എന്നും പറഞ്ഞു വിടണം. പിന്നെ വേണമെങ്കിൽ
ഇപ്പൊ കുറെ ട്രോൾ ഇറങ്ങും അഭിഷേകിനെ മാറ്റം എന്നൊക്കെ പറഞ്ഞിട്ട്. ടീം കൊടുത്തില്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത്രയും നാൾ പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കും, 2 കളി 3 കളി അടിച്ചില്ലെങ്കിൽ അവനടിച്ച് വെളിയിൽ കളയും. അപ്പൊ കളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ 193 റണ്ണ് 20 ഓവറിലെടുത്ത് അവന്മാർ 176 റണ്ണ് വരെ ചേസ് ചെയ്ത് കളിച്ചു. നല്ല രീതിയിൽ നെതർലൻഡ് കളിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ നല്ല രീതിയിൽ ആദ്യത്തെ ഓവറുകളിൽ ഒരു 10-12 ഓവർ വരെ ഇന്ത്യക്ക് നല്ല രീതിയിൽ ഒരു സമ്മർദ്ദം അവന്മാർ കൊടുത്തു, പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യയുടെ ഒരു നല്ലൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പ്ലേയിൽ നല്ല സ്കോർ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഒരു വേൾഡ് കപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ പവർ പ്ലേയിൽ വലിയ പാടായിരുന്നു. ഇന്നത്തെ കളിയിൽ പവർ പ്ലേയിൽ 2 വിക്കറ്റ് പോയി. USA-ക്കെതിരായിട്ടുള്ള കളിയിൽ 3 വിക്കറ്റാണ് പവർ പ്ലേയിൽ വീണത്. അപ്പം പവർ പ്ലേയിൽ വിക്കറ്റ് വലിച്ചെറിയുന്ന ഒരു പ്രവണത. 1 വിക്കറ്റൊക്കെ ഓക്കെ, അഭിഷേക് അവൻ ഏത് സമയത്തും ചാവാൻ കിടക്കുന്ന ഒരുത്തിന്, അവന് കുഴപ്പമില്ല. 2 വിക്കറ്റ് അല്ലെങ്കിൽ 2 കൂടുതൽ വിക്കറ്റ് വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ ഒരു ഇത് പറയും, ഈ പാകിസ്ഥാനുമായിട്ടുള്ള കളി മാത്രമാണ് ഇന്ത്യ പക്ക ഡൊമിനേറ്റ് ചെയ്ത് കളിച്ചത്. അല്ലാതെ ബാക്കി എല്ലാ കളിയിലും സംവെയർ ഇന്ത്യ ഒന്ന് പതുങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ പതുങ്ങേണ്ടത് ഫസ്റ്റ് കളി USA-ആയിട്ടുള്ളതാണ്. 300 അടിക്കുമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് അവന്മാർ 161 റണ്ണിന് ഇന്ത്യയെ പിടിച്ച് കെട്ടിക്കളഞ്ഞു. ഈ കളി തുടങ്ങുന്നതിന് വലിയ ആരവത്തോടു കൂടിയായിരുന്നു ഇന്ത്യ എന്ന് 300 അടിക്കുവോ അടിക്കത്തില്ലയോ എന്നൊക്കെ പറഞ്ഞ് അവന്മാർ മറ്റേ അലർട്ട് 300 അലർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. USA എറിയിട്ടില്ലയോ. ഇന്നും അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു, നെതർലൻഡിനെതിരെ ഇന്ത്യ 300 അടിക്കുമോ എന്നും പറഞ്ഞിട്ട്. എവിടെ അടിക്കാൻ. എന്താണെങ്കിലും ഇന്ത്യ 193 എത്തിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ചെറുക്കനാണ് ദുബെ. ലാസ്റ്റ് ഒരു 5 ഓവറിൽ നിന്ന് 75 റണ്ണ് അടിച്ചു കൂട്ടി. അങ്ങനെയാണ് ഈ 193 എന്നുള്ള ഒരു സ്കോർ വരുന്നത്. അതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴച്ചിലായിരുന്നു. ദുബൈയിലോട്ട് വന്നു കഴിഞ്ഞാൽ ദുബൈയാണ് ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച്. ദുബ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ 6 ഹിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണ്. ദുബൈയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബ അടിക്കുന്ന എല്ലാ 6ഉം അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ 6ഉം മിഡ് വിക്കറ്റ് ആൻഡ് ലോങ് ഓൺ റീജിയണിലോട്ടാണ്. ദുബ ഇതുവരെ T20 ഇന്റർനാഷണലിൽ 54 6 ആണ് ഇന്ത്യക്ക് വേണ്ടി അടിച്ചിട്ടുള്ളത്. അതിനകത്ത് 41 6ഉം ഈ മിഡ് വിക്കറ്റ് ലോങ് ഓൺ റീജിയണിലോട്ടാണ് അടിച്ചിട്ടുള്ളത്. അതാണ് ദുബൈയുടെ ഒരു ഇത്. ബാക്കി പ്ലെയർ അഭിഷേകിനൊക്കെ എടുത്ത് നോക്കുന്ന ചറപറ മൊത്തത്തിൽ 6 അടിയാ, മനസ്സിലായോ? അപ്പം ബോളർ അത് കണക്കാക്കി എറിഞ്ഞു കഴിഞ്ഞാൽ ദുബ വിടും. ഇന്നത്തെ കളിയിൽ എടുത്തു പറയേണ്ട ഒരു വേറൊരു കക്ഷിയുണ്ട്, വാൻ ഡെർ മെർഫ്. 41 വയസ്സുള്ള നെതർലൻഡ് കളിക്കാരൻ. ഈ പുള്ളിയെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് കാണുന്നുള്ളതാണ്. ഇയാൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് 2 വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള മനുഷ്യനാണ്. RCBക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. എനിക്ക് ഡെക്കാൻ ചാർജേഴ്സിന് വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. IPL 2009 2013 വരെ ആക്റ്റീവായിട്ട് നിന്ന വ്യക്തിയാണ്. CSKക്കെതിരെയാണ് 2013 അവസാനമായിട്ട് ഇയാൾ IPL കളിക്കുന്നത്. 2013 അവസാനം IPL കളിക്കുന്നത്. പുള്ളിക്ക് ഇപ്പം 41 വയസ്സുണ്ട്. അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നെതർലൻഡ് ടീമിൽ ബൗളറായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളിക്ക് 41 വയസ്സുണ്ട്. പുള്ളി ഇന്ന് എടുത്ത ഒരു ക്യാച്ച് തിലക് വർമ്മയെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. ഈ 41 വയസ്സ് ഉള്ള മനുഷ്യൻ, 41 വയസ്സ് നമ്മളൊക്കെ നടുകുടിഞ്ഞ് നടക്കുമായിരിക്കും. ഇങ്ങനെ എന്തുവാടേ എനിക്കറിയാൻ പാടില്ല, അമ്മാതിരി ക്യാച്ച് 41 വയസ്സുള്ള മനുഷ്യനെടുത്ത ക്യാച്ചാണ്. ഇപ്പോഴത്തെ പിള്ളേർ പോലും മുക്കറയിടും ചിലപ്പോൾ അങ്ങനത്തെ ഒരു ക്യാച്ച് എടുക്കാൻ. അങ്ങനെ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല, കിടിലൻ ക്യാച്ച്. പിന്നെ ഇന്നത്തെ മാച്ചിൽ ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ 4 കളി ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ചതിന് 4 കളിയിലും 4 പേരായിരുന്നു ഇന്ത്യയുടെ മാൻ ഓഫ് ദി മാച്ച്. ആദ്യത്തെ USA-ക്കെതിരെയുള്ള കളിയിൽ സൂര്യകുമാർ യാദവ് ആയിരുന്നു. സത്യത്തിൽ ആ അന്നത്തെ കളിയിൽ മറ്റേ ശോഭരഞ്ജനെ ഇവന്റെ ക്യാച്ച് കളഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ വേറെ റിസൾട്ട് ആയി പോയേനെ, ആരുടെയോ ഭാഗ്യം. രണ്ടാമത്തെ കളി നമീബിയക്കെതിരെയുള്ള ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു. മൂന്നാമത്തെ കളി പാകിസ്ഥാനെതിരായിട്ടുള്ള കളി നമ്മുടെ ഇഷാൻ കിഷൻ ആയിരുന്നു. 4ാമത്തെ കളി ദൂബെ ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച്. 4 കളി 4 പേരും, 3 ബാറ്റ്സ്മാൻമാരും ഒരു ഓൾറൗണ്ടർ പെർഫോമൻസും. ഇതാണ് സത്യത്തിൽ ഇന്ത്യൻ ടീമിന്റെ ആ കൂടെയുള്ള ഒരു ഗുണം, ഇതുവരെ 4 കളിയിൽ നിന്ന് കിട്ടിയ ഒരു ഗുണം. ഇന്നത്തെ കളിലോട്ട് വരുമ്പോഴത്തേക്ക് ദൂബ മാൻ ഓഫ് ദി മാച്ച് 6 6 4 4 അടിച്ചു. പുള്ളിയുടെ ഹയസ്റ്റ് T20 സ്കോർ ആയിരുന്നു. ഒരു ദോഷത്തെ പറ്റി പറയുവാണെങ്കിൽ, ഈ വേൾഡ് കപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ കുറെ സ്ഥലങ്ങളിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ USA-ക്കെതിരെയുള്ള കളി, ഇന്ന് നെതർലൻഡിനെതിരായിട്ടുള്ള ആദ്യത്തെ ഒരു 12 ഓവർ കഴിഞ്ഞപ്പോഴത്തേക്കും നെതർലൻഡും ഇന്ത്യയുടെയും സ്കോർ ഏതാണ്ട് സെയിം ആണ്, 117 രണ്ടുപേരും സെയിം പൊസിഷനിലാണ് നിൽക്കുന്നത്. 12 ഓവർ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യ ആക്സിലറേറ്റ് ചെയ്ത് 193 എന്ന് പറയുന്ന സ്കോറിലോട്ട് പോകുന്നത്. ഈ നമീബിയായിട്ട് ഉള്ള കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആധികാരികമായിട്ട് ഇന്ത്യ ജയിച്ചെങ്കിൽ പോലും ആ ലാസ്റ്റ് ഫിനിഷിങ്ങിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇന്ത്യ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. ഇതാണ് കണ്ടത്, 205 5 പോയിട്ട് 209 ആയപ്പോഴത്തേക്ക് 9 വിക്കറ്റ് എന്ന നിലയിലായി ലാസ്റ്റത്തെ 2 ഓവറിൽ. അവർ എറിഞ്ഞിട്ട് കളഞ്ഞു. അത് നമീബിയ പോലുള്ള ഒരു ടീം ഇന്ത്യ ഇങ്ങനെ എറിഞ്ഞിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രഗിളിങ് തന്നെയാണ്. വേറെ വലിയ ടീമൊക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ ഇന്നത്തെ വിജയത്തോടു കൂടി ഇന്ത്യയുടെ തുടർച്ചയായിട്ടുള്ള 12ാമത്തെ ജയമാണ് T20 വേൾഡ് കപ്പിലെ. കഴിഞ്ഞ T20 വേൾഡ് കപ്പ് എല്ലാ കളിയും ജയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കളിയിലും ഈ T20 വേൾഡ് കപ്പിലും ഇതുവരെ എല്ലാ കളിയും വിജയിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള 12ാമത്തെ വിജയം. ഇന്ന് ഇന്ത്യയുടെ 1-2 വിക്കറ്റ് വീണ സമയത്ത് മറ്റേ വാഷിംഗ്ടൺ സുന്ദർ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് വാടക ഇട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചില്ലല്ലേ വെടലക്കണ്ണാപ്പി ഗൗതം ഗംഭീർ ഇവനെ അങ്ങനെ ഇനി അടുത്ത് ഇറക്കി വിടുവോന്ന് മെയിൻ ബാറ്റ്സ്മാൻമാരിയിരിക്കുന്ന സമയത്ത്. അല്ല വെടലത്തരം എല്ലാം കാണിച്ചു കിട്ടുമെന്ന് വിചാരിച്ച്, പക്ഷെ ദൈവാധീനം കൊണ്ട് ഇറക്കി വിട്ടില്ല. പറയാൻ പറ്റത്തില്ല, വേണമെങ്കിൽ അവനെയൊക്കെ ഇറക്കി വിട്ട് കളയും, വാഷിംഗ്ടൺ സുന്ദറിനെയൊക്കെ. അവൻ നല്ല പ്ലെയർ ഒക്കെയാണ്. പക്ഷെ ഈ മെയിൻ ബാറ്റ്സ്മാൻമാർ ഇരിക്കുന്ന
സമയത്ത് ഒരു ഓൾറൗണ്ടർ ഇറക്കി വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഇറക്കി വിടുവാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യയൊക്കെ പോലുള്ള ഓൾറൗണ്ടർ ആണെങ്കിൽ ഓക്കെ. പക്ഷെ വാഷിംഗ്ടൺ സുന്ദറിനെ പോലെ അല്ലെങ്കിൽ അക്ഷർ പട്ടേലിനെയൊക്കെ പോലെയുള്ള ഓൾറൗണ്ടേഴ്സിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഭാഷ ഇരിക്കുന്ന സമയത്ത് ഇറക്കി വിടേണ്ട ആവശ്യമില്ല. ഗംഭീറിന് അങ്ങനത്തെ ഒരു ചൊറിഞ്ഞ സ്വഭാവമുണ്ട്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കാരണമാണ് ഇന്ത്യ ഇടയ്ക്ക് പണ്ടാരടങ്ങിപ്പോയല്ലോ ഈ ടെസ്റ്റിലും ഓഡിയയിലൊക്കെ കുറെ എടുത്തു. ഈ അടുത്തിടെ പൊളിഞ്ഞ് വാളിസായല്ലോ ഈ മാതിരി പരീക്ഷണങ്ങൾ കാരണമാണ്. ഇന്ന് സൂര്യകുമാർ കുറച്ച് പരീക്ഷണങ്ങൾ കാണിച്ചു. അതുകൊണ്ടാണ് അവന്മാർ ഈ 176 റണ്ണങ്ങൾ എടുത്തില്ലേ നെതർലൻഡ്. ഈ പരീക്ഷണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കത്തെ ഓവറുകളിൽ അഭിഷേകിനെയും ഡൂബയെ കൊണ്ടൊക്കെ എറിയിപ്പിച്ച് ഇന്ന് നടത്തിയ പരീക്ഷണങ്ങൾ മൊത്തം പൊളിഞ്ഞു പോയി. വാഷിംഗ്ടൺ സുന്ദർ ഇന്നത്തെ പരീക്ഷണമായിരുന്നു 4 ഓവർ 36 അടിച്ച് അഭിഷേകിനെ കൊണ്ട് ഓരോ ഓവർ എറിയിപ്പിച്ച് 10 റൺ കൊടുത്ത്. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ ഇതുപോലെ ഒരു റണ്ണ് പോലും എടുത്തില്ല, ഇന്നൊരു വിക്കറ്റ് എങ്കിലും കിട്ടുമായിരിക്കും. അതുപോലെ തന്നെ ഡൂബെ പുള്ളിക്ക് പിന്നെ അടി കിട്ടാറുള്ളതാണ്, അവൻ വിക്കറ്റ് വിടും. 3 ഓവർ 35 റൺ. ലാസ്റ്റ് ഓവർ ഉംറയ്ക്ക് കൊടുക്കാതെ ജയിക്ക് 28 റൺ ഉണ്ടായിട്ടായിരിക്കണം ഡൂബയ്ക്ക് കൊടുത്തത്. 35 റൺ 3 ഓവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് അടി മേടിച്ച് കൂട്ടിയ വ്യക്തി നമ്മുടെ ഹാർദിക് പാണ്ഡ്യ. 3 ഓവറിൽ 40 റണ്ണാണ് ഹാർദിക്കിനെ അടുത്ത് തൂത്തുറക്കിയിട്ട് അവന്മാർ അടിച്ചത്. പിന്നെ ഇന്ന് നടന്ന പിന്നെ വേറെ കാര്യം, ഇവന്മാർക്ക് ഇന്ത്യക്കാർക്ക് ഈ ലാസ്റ്റ് ഓവറിൽ ക്യാച്ച് ഇങ്ങനെ കൊണ്ട് കളയുന്നത് ഭയങ്കര ഹോബി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ കഴിഞ്ഞ വട്ടം പാകിസ്ഥാനുമായിട്ട് ലാസ്റ്റ് ഓവറിൽ ഹാർദിക് എറിഞ്ഞ ആ ലാസ്റ്റ് ഓവറിൽ 2 വിക്കറ്റ് കൊണ്ട് കളഞ്ഞു, 2 ക്യാച്ച് കൊണ്ട് കളഞ്ഞു. ഈ വട്ടവും 2 ക്യാച്ച് കൊണ്ട് കളഞ്ഞു. പിന്നെ ഇന്ന് അമ്പയേഴ്സ് കോൾ, ഈ LB അമ്പയേഴ്സ് കോൾ വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇന്ത്യ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു അമ്പയേഴ്സ് കോള് 11 രക്ഷിച്ചു. ആരെയാ? നമ്മുടെ ഡൂബെ രക്ഷിച്ചു. ഇന്ത്യ ബോളിംഗ് ചെയ്യുന്ന സമയത്ത് അക്കർമാൻ അവനെ രക്ഷിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, അമ്പയർസ് കോൾ എന്നാണ് കാണിച്ചത്. പക്ഷെ എന്റെ ഒരു വിചാരിച്ച അത് അമ്പയർസ് കോൾ അല്ല, അല്ലാതെ തന്നെ നോട്ട് ഔട്ട് ആണ്. ഭരൻ ചക്രവർത്തി എറിഞ്ഞൊരു ബോള് കറക്റ്റ് പിച്ചിങ് ഔട്ട് സൈഡ് ദ ഓഫ് സ്റ്റംപ്, ബോള് പക്ക മിഡിൽ സ്റ്റംപിൽ വന്ന് തട്ടി. അമ്പയർ നോട്ട് ഔട്ട് വിളിച്ച് കുമാർ റിവ്യൂ കൊടുത്തു. പക്ഷെ റിവ്യൂ അമ്പയർസ് കോളിനാണ് പോയത്. എനിക്ക് തോന്നുന്നത് അമ്പയർസ് കോൾ അല്ല, അത് LBയുടെ റൂൾ വെച്ച് തന്നെ സത്യത്തിൽ അത് നോട്ട് ഔട്ട് ആണ്. എനിക്ക് തോന്നുന്നു സ്റ്റമ്പിന്റെ ലൈനിന്റെ ഔട്ട് സൈഡാണ് ബോൾ കൊണ്ടേക്കുന്നത്, അതുകൊണ്ടാണ് അത് നോട്ട് ഔട്ട് വന്നേക്കുന്നത്. പക്ഷെ ഇന്ത്യക്കാർ ഭയങ്കര റിയാക്ഷനൊക്കെ ഇട്ട് എന്തുവാന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ബട്ട് അത് ക്ലിയർ നോട്ട് ഔട്ട് ആണ് ഗൈസ്. പിന്നെ ഈ അമ്പേഴ്സ് കോൾ എന്തിനാണ് വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു വകുപ്പിന്റെ ആവശ്യം ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇത്രയും ടെക്നോളജി ഒക്കെ വളർന്നതല്ലേ, അപ്പൊ പിന്നെ അതെടുത്ത് കളയേണ്ട ഒരു ആവശ്യകത ഉണ്ടായി. എനിക്ക് തോന്നുന്നു അത് വെച്ചേക്കുന്നത് ഈ അതും എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്പയർമാരുടെ ഒരു വിലയില്ലാതായി പോകും. ഇപ്പൊ മറ്റേ റിവ്യൂ ഒക്കെ വന്നപ്പോഴത്തേക്ക് അമ്പയർമാർക്ക് ഒരു വിലയില്ലാതായല്ലോ, അതുപോലെ തന്നെ അതും എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്പയർമാർ മൊത്തത്തിൽ ഒരു വിലയില്ലാത്ത ജന്മങ്ങളായിട്ട് വെക്കേണ്ടി വരും. അപ്പം ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 4 കളി കഴിഞ്ഞു, 4 കളി ഇന്ത്യ ജയിച്ചു. ഗ്രൂപ്പിലെ ടോപ്പിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇനി സൂപ്പർ 8 ടീം സെറ്റ് ആയിട്ടുണ്ട്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ വെസ്റ്റ് ഇൻഡീസ്, ഇന്ത്യ, സിംബാബ്വെ, സൗത്ത് ആഫ്രിക്ക. അടുത്ത ഗ്രൂപ്പിൽ ശ്രീലങ്ക, പാകിസ്ഥാൻ, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്. സോ ഇവിടെ വെസ്റ്റ് ഇൻഡീസിനെ പേടിക്കണം, കാര്യം വെസ്റ്റ് ഇൻഡീസ് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. മാത്രമല്ല ഇതുവരെ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും ഈ T20 വേൾഡ് കപ്പിൽ 4 തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഈ 4 തവണ ഏറ്റുമുട്ടിയ സമയത്ത് 3 തവണയും വെസ്റ്റ് ഇൻഡീസിന്റെ കൂടെ ആയിരുന്നു വിജയം. ഒരു തവണ മാത്രമേ ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസിനെ തോപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. പിന്നെ സിംബാബ്വെയുടെ കാര്യം, സിംബാബ്വെ പഴയ സിംബാബ്വെ അല്ല. ഓസ്ട്രേലിയ തോപ്പിച്ചിട്ടാണ് അവന്മാർ സൂപ്പർ 8 കയറിയേക്കുന്നത്. സിംബാബ്വെയുടെ ഫീൽഡിംഗ് ഒക്കെ കണ്ടായിരുന്നോ? ഇന്ത്യക്കാർ പോലും അമ്മാതിരി ഫീൽഡിംഗ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. അജ്ജാതി ഫീൽഡിങ്ങും അജ്ജാതി ബോളിങ്ങും സിംബാബ്വെ. അമ്മയുടെ ടീമിൽ ഒരു ബോളർ ഉണ്ട്, മസൂർ ബാനിയ. അവനെ കഴിഞ്ഞ വട്ടം IPL-നകത്ത് RCB-യിൽ എടുത്താണ്, പക്ഷെ കളിപ്പിച്ചിട്ടില്ല, കളിപ്പിക്കാൻ പറ്റിയില്ല. ആർക്കണ്ട് പകരം അവനാണ് എടുത്തത്. അവനൊക്കെ കിടിലൻ ബോളിംഗ് ആണ്. ഈ വട്ടം 2-3 കളി കണ്ട് കളിച്ചതേ ഉള്ളൂ. അവൻ 7 വിക്കറ്റ് ഇട്ടിട്ടുണ്ട്. അവനൊക്കെ സൂപ്പർ ബോളറാണ്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള വേറൊരു ടീം സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയുടെ കാര്യം സീരിയസ്ലി അൺപ്രഡിക്റ്റബിൾ ആണ്. അവന്മാർ എങ്ങനെ കളിക്കുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമുക്കോ അവന്മാർക്കോ അറിയത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ കൂടെ മുക്കിത്തൂരിയാണ് ജയിച്ചത്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള കളി ഉണ്ടായിരുന്നോ ഗ്രൂപ്പ് സ്റ്റേജിൽ? സീരിയസ്ലി ഒരു 5 കൊല്ലം കൂടിയിരിക്കുമ്പോഴാണ് അങ്ങനത്തെ ഒരു കളി നമുക്ക് കിട്ടുക. അത് പ്യുവർ ഗൂസ് ബംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രില്ലടിച്ച് നമ്മുടെ ജിത്തു ജോസഫിന്റെ സിനിമയിൽ പോലും ഇങ്ങനത്തെ ഇജ്ജാതി ട്വിസ്റ്റ്, ഓരോ ബോളും ട്വിസ്റ്റ്. ഇത്രയും ട്വിസ്റ്റ് ഉള്ള ഒരു കളി ഞാൻ സീരിയസ്ലി കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് പറയാം. ഇത്രയും ട്വിസ്റ്റ് ആൻഡ് ടൈംസ് ഉള്ള കളി, 2 സൂപ്പർ ഓവർ, എന്നാ കളി. ലാസ്റ്റ് ബോൾ വരെ ട്വിസ്റ്റ്, അത് കോരി തരിച്ചു പോയ കളി ഉണ്ട് കേട്ടോ. അമ്മാതിരി കളി. അഫ്ഗാൻ മണ്ടത്തരം കാണിച്ചിട്ടാണ് ആ കളി അമ്മാര് തോറ്റത്. അഫ്ഗാൻ കുറെ മണ്ടത്തരം അത് കാണിച്ചു. പിന്നെ ഈ അഫ്ഗാന്റെ കൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജയിച്ച സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡിനെ പുഷ്പം പോലെ തൂക്കി. അതാണ് പറഞ്ഞ ഈ സൗത്ത് ആഫ്രിക്കയുടെ കളി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവന്മാർ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത ഗ്രൂപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ശ്രീലങ്ക, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, ഇംഗ്ലണ്ട്. ഈ ശ്രീലങ്കയും ന്യൂസിലൻഡും ഇന്ത്യയുടെ ടീമിലായിരുന്നു. ഇന്ത്യക്ക് ഒരു ഗുണം ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീലങ്കയെയും ന്യൂസിലൻഡിനെയും ഇന്ത്യ ഇതുവരെ വേൾഡ് കപ്പ് T20-യിൽ തോപ്പിച്ചിട്ടില്ല. സിംബാബ്വെ പറ്റി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സിംബാബ്വെ കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ ഫസ്റ്റ് 20 ടീമിനകത്ത് പോലും എത്താൻ പറ്റിയില്ല. ആ ടീം ഇന്ന് വന്നെത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയയെ തോപ്പിച്ച് സൂപ്പർ 8-ലാണ്.
അതൊരു വൻ പൊളിയാണ് കേട്ടോ. അവന്മാരുടെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ പറയാതിരിക്കാൻ വയ്യ. എങ്ങും ഇല്ലാത്തൊരു ടീമിനെ ഈ രീതിയിൽ കൊണ്ടെത്തിക്കണമെങ്കിൽ ആ ഒരു കളി സൂപ്പറാണ്. പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് ആന്റി ഫ്ലവർ ഒക്കെ ഉള്ള സമയത്ത് ഇന്നത്തെ അമ്മ ക്യാപ്റ്റൻ മറ്റേ തന്തയില്ല തൈബു അങ്ങനത്തെ ഉണ്ടായിരുന്ന വിക്കറ്റ് കീപ്പർ, അമ്മമാരൊക്കെ ഉള്ള സമയത്ത് ഉള്ള ടീമായിരുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ കിടിലം എന്ന് ഞാൻ പറയുന്ന ഒരു ടീം. പക്ഷെ ഈ ടീം സൂപ്പറാണ്, ഇവന്മാരുടെ ഈ സിംബാബ്വെ ടീം. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ ഇവന്മാരുടെ കൂടി ഇതുവരെ T20 ജയിക്കാൻ പറ്റിയിട്ടില്ല. 2 കളിയും കണ്ട് കളിച്ചു, 2 കളിയിലും ഓസ്ട്രേലിയ തോറ്റു. 2007 സിംബാബ്വെ ഓസ്ട്രേലിയ തോപ്പിച്ചു. ഇപ്പൊ 2026 സിംബാബ്വെ ഓസ്ട്രേലിയ തോപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്റെ ഓർമ്മ നിർത്തിയിട്ടാണ് ഞാൻ പല കാര്യങ്ങളും പറയുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് മറ്റേ ഹാരിസ് റാവു എന്നുള്ള പേര് മാറി വഹാബ് റിയാസ് എന്നായി പോയി. ഈ കഴുതകളെ സീരിയസ്ലി എനിക്കത് തിരിഞ്ഞു പോയതാണ്. ഞാൻ ഉദ്ദേശിച്ച ഹാരിസ് റാവു തന്നെയാണ്. ഈ 2 അപരാധികളെ എനിക്ക് അങ്ങോട്ട് വിട്ട് തിരിഞ്ഞു പോയതാണ് ഗൈസ്, സോറി. നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുവാണെങ്കിൽ നമ്മളെ തിരുത്താൻ വേണ്ടി എന്തോ ആൾക്കാരെ കമന്റ് ബോക്സിൽ അങ്ങനെ കുറെ കമന്റ് കിട്ടി. നല്ല കാര്യം, നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, ഇന്ന് വേറൊരു കളി നടക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ നമീബിയ വേഴ്സസ് പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ ഡക്കായ ഒരുത്തനുണ്ടല്ലോ ഫർഹാൻ, അവൻ ഇന്ന് സെഞ്ചറി അടിച്ചു. സെഞ്ചറി 58 വളയെന്നെങ്ങാണ്ട് 100 റണ്ണ് അടിച്ചിട്ടുണ്ട് ഇന്ന് കേട്ടോ. ഇന്ന് അവന്റെ സെഞ്ചറി കണ്ട്, അവന്റെ സെഞ്ചറിക്കകത്ത് വേണ്ടേ 58 വള 100, നല്ല കളിയായിരുന്നു. 4 6 ഒക്കെ അടിച്ചിട്ടുണ്ട്. എന്താണെങ്കിൽ ഇന്ത്യക്കെതിരെ ഡക്കായ ആ ഒരു വിഷമം അവൻ അവിടെ പോയി അടിച്ച് തീർത്ത്. ഇന്നത്തെ ഏറ്റവും വലിയ കോമഡി എന്താ പറയുക, 20ാമത്തെ ഓവർ ഇവൻ എന്തായാലും 99 നിൽക്കുകയാണ്. ഇവന് സെഞ്ചറിക്ക് 1 റണ്ണ്. ആ സമയത്ത് ഇവൻ ടീമിന് വേണ്ടി കളിക്കാതെ ഇവൻ അവന്റെ സെഞ്ചറിക്ക് വേണ്ടി ആ സിംഗിൾ ഇട്ട് കളിച്ചു എന്നുള്ളതാണ്. ഇവനെ പോലെ നാണമില്ലാത്തവന്മാരെയാണ് ഞാൻ ആലോചിക്കുന്നത്. മാക്സിമം ബൗണ്ടറി കണ്ടെത്തി ടീം ടോട്ടൽ പറ്റുന്നത്രയും കേറ്റാൻ നോക്കാതെ ഇവൻ അവന്റെ വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സിംഗിൾ ഇട്ട് സെഞ്ചറി അടിക്കുകയാണ്. എന്തുവാണ് ഇവനൊക്കെ? ഇതാണ് പാകിസ്ഥാനികള്. നാട്ടുകാരുടെ അടുത്ത് തൂക്കുന്നതിനെ കുറ്റം പറയാൻ പറ്റുമോ? ഉമ്മാര് പാകിസ്ഥാനല്ല, ഊക്കിസ്ഥാനാണ്. ഊക്കിസ്ഥാൻ 20ാമത്തെ ഓവർ സിംഗിൾ ഇട്ട് 100 നയിക്കുന്ന വെടലകള്. ഇന്ന് ഇങ്ങനെയൊക്കെ സെഞ്ചറി അടിച്ചിട്ട് എന്ത് കൊടുക്കാനാ? പിന്നെ ഇതിന്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയണം. ഈ വട്ടത്തെ T20 വേൾഡ് കപ്പ് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ പേരിലോ പാകിസ്ഥാന്റെ പേരിലോ ഓസ്ട്രേലിയയുടെ പേരിലോ ഒന്നുമല്ല അറിയാൻ പോകുന്നത്. കുറെ കുഞ്ഞു ടീമുകൾ വന്നിട്ട് അവന്മാര് അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയേണ്ട 2 ടീമിനകത്ത് ഇറ്റലി ആൻഡ് നേപ്പാൾ. 2 ടീമും. ഈ നേപ്പാൾ ഫാൻസ് എന്തുവാടേ, ഞാൻ വിചാരിച്ചു ഇത്രയും പ്രാന്തന്മാരായിട്ടുള്ള ഫാൻസ് ഇന്ത്യ മാത്രമേ കാണത്തുള്ളായിരിക്കുന്നത്. പക്ഷെ നേപ്പാൾ ഫാൻസ്, ക്രിക്കറ്റ് ഫാൻസ്, അവന്മാർ ഇത്രയും ചെറിയ ടീമാണെങ്കിലും അവന്മാർക്ക് കൊടുക്കുന്ന ആ ഫാൻസ് കൊടുക്കുന്ന സപ്പോർട്ട്, അവന്മാരുടെ ഏറ്റവും വലിയ പോസിറ്റീവാണ് ആ ഫാൻസ്. അമ്മാതിരി ഫാൻസ് നേപ്പാൾ ഫാൻസ്. ഇന്ത്യ വെച്ചൊരു കളി നടന്നു കഴിഞ്ഞാൽ സ്റ്റേഡിയം ഫുള്ളാണ്. എന്തോരം നേപ്പാളി ഫാൻസ് ആണ് ഇവിടെ വന്ന് മാച്ച് കാണുന്നത്. ഇപ്പം വലിയ മാച്ച് ആണെങ്കിൽ തന്നെയും ഇവന്മാർ തോക്കുമെന്ന് അറിഞ്ഞാൽ പോലും വന്നിട്ട് കളി കാണുകയാണ്. അജാതി ഫാൻസ് നേപ്പാളിന്. ഇന്നലെ നേപ്പാൾ സ്കോട്ട്ലൻഡിനെതിരെ ജയിച്ചു. അത് കിടിലൻ കളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പർ കളിയായിരുന്നു ഇന്നലെ കളിച്ചത്. 12 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് നേപ്പാൾ അവിടെ T20 വേൾഡ് കപ്പിൽ ഒരു കളി ജയിക്കണം. നേപ്പാൾ ഞെട്ടിച്ച കളിയൊന്നുമല്ല, ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയാണ്. അതും ലൈവ് ഇരുന്ന് കണ്ടതാണ്. സത്യം പറയാൻ ഞെട്ടിപ്പോയി ആ നേപ്പാളിന്റെ കളിയാണ്. ആ കളി കണ്ടിട്ട് ഡെയിൽ സ്റ്റെയിൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ എന്തെങ്കിലും ആവശ്യം നിനക്കൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഞാൻ വന്ന് ചെയ്തു തരുമെന്ന്, മെന്ററായിട്ടോ എന്തായിട്ടാണെങ്കിലും. അമ്മാതിരി കളിയായിരുന്നു ഈ വട്ടത്തെ T20. സത്യം പറയാലോ ഇവന്മാരുടെയൊക്കെ പേരിൽ അറിയപ്പെടും, നേപ്പാളിന്റെയും ഇറ്റലിയുടെയും പേരിൽ. അതുപോലെ നേപ്പാളിന്റെ ഒരു കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, ദീപേന്ദർ സിംഗ് ഐറെ. പുള്ളിയുടെ പേരിൽ ഒരു വേൾഡ് റെക്കോർഡ് ഉണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ യുവരാജിന്റെ റെക്കോർഡ് തകർത്തിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഇയാളാണ്. യുവരാജിന്റെ റെക്കോർഡ് 12 വള 50 റൺ എന്നുള്ളതാണല്ലോ. പക്ഷെ പുള്ളി ഇട്ടേക്കുന്ന റെക്കോർഡ് 9 വള 50 റൺ അടിച്ച വ്യക്തിയാണ്. 9 വള 50 റൺ. പക്ഷെ അത് ചെറിയ ടീമിനെതിരെയാണ്, മംഗോളിയക്കെതിരെയാണ് അടിച്ചിട്ടുള്ളത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മംഗോളിയക്കെതിരെയാണ് അടിച്ചിട്ടുള്ളത്. ദീപേന്ദർ സിംഗ് പുള്ളി കിടിലൻ കളി, ബോളിംഗ് ആൻഡ് ബാറ്റിംഗ്, അതൊന്നും പറയാനില്ല. സൂപ്പർ പ്ലേ ആണ്. ആൻഡ് റൺ വേട്ടയിൽ അങ്ങാണ്ട് 3rd പ്ലേസ് അങ്ങാണ്ട് ഉണ്ട്, ഫസ്റ്റ് 5 അങ്ങാണ്ട്. അതുപോലെ തന്നെ ഇറ്റലി, സത്യം പറഞ്ഞാൽ ഇറ്റലി ക്രിക്കറ്റ് കളിക്കുമെന്ന്, അല്ലെങ്കിൽ ഇത്രയും കിടിലമായിട്ട് ക്രിക്കറ്റ് കളിക്കുമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഇവന്മാരുടെ ടീമിൽ കുറെ ബ്രദേഴ്സ് ഉണ്ട്, മോസ്ക ബ്രദേഴ്സ്, അതുപോലെ മെന്നനാറ്റി ബ്രദേഴ്സ്. ഇവന്മാരൊക്കെ എന്തുവാടേ കിടിലം, ഒന്നും പറയാനില്ല. അവന്മാരെ ആ ഒരു സന്തോഷവും സെലിബ്രേഷനും കാണുമ്പോൾ ഇത്രയും ക്രിക്കറ്റിനോട് പാഷനുള്ളവന്മാരാണോ എന്ന് ഞാൻ ആലോചിച്ചു പോവുക. അന്ന് ഈ നേപ്പാളിലെ ഈ 10 വിക്കറ്റിന് ഇറ്റലി തോപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവന്മാരുടെ ഒരു സന്തോഷം ഭയങ്കരമാണ്, പ്രൈസ്ലെസ് ആയിരുന്നു. ഫസ്റ്റ് വിന്നാണ് വേൾഡ് കപ്പിലെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെന്നനാറ്റി അണ്ണൻ. ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയിൽ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കളഞ്ഞു. 25 ബോളിൽ 60 റൺ അടിച്ച് കണ്ടം കാണിച്ചു കളഞ്ഞു. ഞാൻ അടിച്ച് ആ കളി ഇവന്മാരെ തൂക്കിയെന്ന്. ഇംഗ്ലണ്ട് ഇങ്ങനെ വിറയ്ക്കാൻ നടക്കുകയാണ്. നേപ്പാളിന്റെ കൂടെ വിറച്ച് പിടച്ചാണ് ജയിച്ചത്. ഇറ്റലിയുടെ കൂടെ നിക്കറി മുള്ളാറായപ്പോഴാണ് അവർ ജയിക്കുന്നത്. സത്യം പറഞ്ഞില്ല, 17ാമത്തെ ഓവർ വരെ ഇവന്മാരുടെ കയ്യിലായിരുന്നു കളി. അമ്മാതിരി കളി. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ, ടീമല്ല പ്ലെയർ, ഇവൻ യുവരാജ് സിംഗ് അല്ല,
യുവരാജ് സംറ, കനേഡിയൻ പ്ലെയർ ആണ്. ന്യൂസിലൻഡിനെതിരെ 65 ബോളിൽ നിന്ന് 110 റണ്ണാണ് അടിച്ചു കൂട്ടിയത്. ഇവന്റെ ഏജ് 19 വയസ്സ് 141 ഡേയ്സും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. T20 വേൾഡ് കപ്പിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും ചെറിയ പയ്യൻ. അതുപോലെ തന്നെ T20 വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് ഒരു അസോസിയേറ്റ് കൺട്രി സെഞ്ചുറി നേടുന്നത്. ഇവന്റെ അച്ഛൻ വലിയൊരു യുവരാജ് ഫാൻ ആണ്, അങ്ങനെയാണ് യുവരാജ് എന്നൊക്കെ പേരിടുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. വാട്ട് എവർ, ബട്ട് ഇവന്റെ കളി പറയാതിരിക്കാൻ വയ്യ. അത് ന്യൂസിലൻഡിനെതിരെ സെഞ്ചുറി നേടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് ആ ഒരു കളി പുഷ്പം പോലെ അടിച്ച് ജയിച്ചെങ്കിലും പുള്ളിയുടെ ഈ ഒരു ഇന്നിങ്സ് അത് എക്കാലം ഓർത്തിരിക്കും. പിന്നെ ഈ വട്ടത്തെ T20 ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ പ്ലെയേഴ്സിന്റെ ആ ഒരു ലിസ്റ്റാണ്. ലിസ്റ്റിനകത്ത് കൂടുതലും അസോസിയേറ്റ് കൺട്രീസ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ വ്യക്തി ആരാണെന്നറിയാമോ? അവന്റെ പേര് വായിക്കുന്നതാണ് ഇച്ചിരി ബുദ്ധിമുട്ട്, ഞാനൊന്ന് വായിക്കാം. USA ഷാഡ്ലി വാൻ, ബാക്കി നിങ്ങൾ വായിച്ചു. ഷാഡ്ലി വാൻ എന്ന് വിളിക്കാം. വാനാണ് USA ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത്. 13 വിക്കറ്റാണ് 4 കളിയിൽ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളത് സ്കോട്ട്ലൻഡിന്റെ മൈക്കിൾ ലീസ്ക് 9 വിക്കറ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ ഉസ്മാൻ താരിഖ് 8 വിക്കറ്റ്. ഇന്ന് 4 വിക്കറ്റ് കണ്ടിട്ട് അങ്ങനെയാണ് 8 വിക്കറ്റ് കിട്ടിയത്. പിന്നെ നമ്മുടെ ലുങ്കി അണ്ണൻ, പിന്നെ ഒമർ സായി, നേരത്തെ ഞാൻ പറഞ്ഞ മസുർബാനി, കുർബാനി അവൻ 2 കളി ആയതേ ഉള്ളൂ. ഇവിടെ സിംബാബ്വേയുടെ 7 വിക്കറ്റ്. പിന്നെ ഹർമീത് സിംഗ് ഏത് ടീമായിരുന്നേ? ഹർമീത് സിംഗ് USA ആണെന്ന് തോന്നുന്നു. 4 കളിയിൽ നിന്ന് 7 വിക്കറ്റ്. ഇറാസ്മസ് നമീബിയ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജെയ്സൺ ഹോൾഡർ, ജാൻസൺ ഒക്കെ വരുന്നത്. അവിടെ ജുനൈദൊക്കെ UAE ഒക്കെയാണ് കേട്ടോ. അപ്പം ഈ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും അസോസിയേറ്റ് കൺട്രീസിലെ ബൗളേഴ്സ് ആണ്. കുറെ നല്ല പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി കളികൾ കാണാൻ പറ്റി എന്നുള്ളതാണ് ഈ വട്ടത്തെ T20 വേൾഡ് കപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റൺ എടുത്തേക്കുന്ന വ്യക്തികളുടെ പേര് നോക്കുകയാണെങ്കിൽ ലെനാറി ഉണ്ടാവില്ല. അവനാണ് ഇന്ന് ടോപ്പ്. സെഞ്ചുറി അടിച്ചായിരുന്നല്ലോ. ഫർഹാൻ 220. 4ാം പൊസിഷൻ നോക്കുകയാണെങ്കിൽ ദിബേന്ദർ സിംഗ് ആയിരം, ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളി, നേപ്പാളിന്റെ 4 കളിയിൽ നിന്ന് 169 റണ്ണ്. ഇംഗ്ലണ്ടിനെതിരെ 44 റണ്ണും എടുത്ത് 2 വിക്കറ്റ് വിട്ടു. ഇറ്റലിക്കെതിരെ 17 റണ്ണ്, വെസ്റ്റ് ഇൻഡീസിനെതിരെ 58 റൺ എടുത്തു. സ്കോട്ട്ലൻഡിനെതിരെ 50 റണ്ണ് നോട്ട് ഔട്ട്. ആ 50 റണ്ണ് 23 ബോളകം കണ്ടായിരുന്നു സ്കോട്ട്ലൻഡിനെതിരെ. അത് കിടിലം കളി. വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇവന്മാര് ആർക്കെതിരെയാണ്? ഇവന്മാരുടെ ഫസ്റ്റ് കളി ഇംഗ്ലണ്ടിനെതിരോട്ടുള്ള കളി. കമന്ററി ബോക്സ് ഇരുന്നിട്ട് സുനിൽ ഗവാസ്കർ വേറെ ആരാണെന്ന് തോന്നുന്നു, കമന്റ് ബോക്സ് ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇവർക്ക് സൈസ് കുറവാണ് നേപ്പാളി പ്ലേയേഴ്സ്. അന്നേരം പറയുന്നുണ്ടായിരുന്നു ഇവരുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ഇവർക്ക് 6 അടിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഒരു കമന്ററി പറയുന്നുണ്ടായിരുന്നു. പവർ കുറവാണ്, അന്നേരം അവർ മാക്സിമം 4 ഒക്കെ അടിക്കാനാണ് നോക്കുന്നത്. ബാക്കിയുള്ള രാജ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് സൈസാണ് കമ്പാരിറ്റീവ്ലി 6 അടിക്കാനുള്ള ഒരു ഫിസിക്ക് ഇല്ല. പക്ഷേ ഈ ലാസ്റ്റ് കളി ഉണ്ടല്ലോ, ഈ സ്കോട്ട്ലൻഡുമായിട്ടുള്ള കളിയിൽ 13 6 എങ്ങാണ്ടാണ് അടിച്ചത്. 4 എങ്ങാണ്ട് 4-5 എണ്ണം കാണ്ടേ ഉള്ളു. അടിച്ച് തൂക്കി കളഞ്ഞ് 9ാമത്തെ 6 അടിച്ചിട്ടാണ് ഇവന്മാർ 3ാമത്തെ 4 അടിക്കുന്നത് ഈ ലാസ്റ്റ് കളിയിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്. 6 അടിക്കാൻ കഴിവുള്ളവന്മാരൊക്കെ ഉണ്ട് അവന്മാരുടെ ടീമിലും. ഈ ശ്രീലങ്കയിലെ കൊളംബോ സ്റ്റേഡിയത്തിലൊക്കെ മുമ്പ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള സ്റ്റേഡിയങ്ങളൊക്കെ അവന്മാർ ഇനഫാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ കുറേ ലെന്തി ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ വേറൊരു വീഡിയോ ആയിട്ട് വരാം. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.